കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതുല്യ നാമത്തിൽ സ്നേഹവന്ദനം. प्रभु यीशु मसीह के नाम में प्रेम भरा नमस्कार। നമ്മുടെ വെളിപ്പാട് പുസ്തക പഠനത്തിന്റെ 7ാമത്തെ എപ്പിസോഡാണത്. प्रकाशित वाक्य का 7वां एपिसोड में हम आ चुके हैं। വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യമാണ് ഇന്നത്തെ പഠന വിഷയം. और प्रकाशित वाक्य का पहला अध्याय का 4था वाक्य आज हम पढ़ रहे हैं। വാക്യം ഇവിടെ വായിക്കുന്നു. वाक्य मैं पढ़ता हूँ। യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്. आसिया के 7 कलीसिया को യോഹന്നാ का संदेश है। ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന് സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും എന്ന് വായിക്കുന്നു. जो है, जो था और जो आने वाला है, उसकी ओर से उसके सिंहासन के सामने उपस्थित रहने वाले 7 आत्माओं। ഇവിടെ പ്രധാനമായും 2 പദങ്ങളാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് എടുക്കുന്നത്. यहाँ पर 2 बातों को आज हम चर्चा करेंगे। 4-ാം വാക്യത്തിൽ 7 സഭകൾ എന്ന ഒരു വാക്ക് കാണാം. और ये 4था वाक्य में 7 कलीसिया के बारे में बताया गया है। ആസിയയിലെ 7 സഭകൾ, आसिया के 7 कलीसिया। അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് 7 എന്ന ഒരു നമ്പറാണ്. और यहाँ पर एक मुख्य बात यह है, वो है 7। ആ വാക്യത്തിന്റെ അവസാന ഭാഗവും 7 ആത്മാക്കൾ എന്ന ഒരു ഭാഗമാണ്. और उस वाक्य के आखिरी जगह में 7 आत्माओं के बारे में बताया गया है। അപ്പോൾ ആസിയയിലെ 7 സഭകൾ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. आसिया के 7 कलीसिया। ഈ ചാർട്ടിൽ ഏതാണ്ട് 7 സഭകളെ കാണിക്കുന്ന നിലവിളക്കുകളെ ആണ് നിങ്ങൾ കാണുന്നത്. आप इस चार्ट में 7 दीप जो है वो देख रहे हैं। ആസിയയിലെ 7 സഭകൾ എന്ന് പറയുന്നത് ഇതാണ്. आसिया के 7 कलीसिया मतलब ये है। അടുത്തതായി പറയാൻ ഉദ്ദേശിക്കുന്നത് ആസിയയിലെ 7 സഭകൾ അത് എവിടെയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ്. और आसिया के 7 कलीसिया कहाँ पे है वो आगे आप देख रहे हैं। പലരും അത് യെരുശലേമിലാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. और बहुत जने ये यरूशलेम है ऐसा करके कहते हैं। എന്നാൽ ഏഷ്യ മൈനറിലെ 7 സഭകളെയും വിശദീകരണത്തെ കുറിച്ച് പറയും യെരുശലേമുമായിട്ട് ഒരു ബന്ധവുമില്ല. लेकिन एशिया माइनर के जगह में ये सब है ऐसा करके हम जानते हैं, और वो यरूशलेम से कोई उससे मतलब नहीं रखता। എല്ലാ ഭാഷാ ബൈബിളിന്റെയും അവസാന ഭാഗം ഇങ്ങനത്തെ ചാർട്ടുണ്ട്. और हर बाइबल आप देखते हैं तो उसके आखिरी पन्नों में ऐसा चार्ट आपको देखने मिलता है। മെഡിറ്ററേനിയൻ സമുദ്രം എന്ന മഹാസമുദ്രത്തിന്റെ ചുറ്റും കിടക്കുന്ന ചില പ്രദേശങ്ങളാണ്. मेडिटेरेनियन सी, उसके आसपास जो जगह है वो है आप जो देख रहे हैं। ഇത് ഭൂമിയുടെ മധ്യഭാഗമാണ്. ये हमारा धरती का बिल्कुल बीच का स्थल है। ഭൂമിയുടെ മധ്യഭാഗം എന്ന് പറയുന്നത് യെരുശലേമാണ്. भूमि का, हमारा धरती का जो बीच भाग है वो है यरूशलेम। ദൈവവചനം വായിക്കുമ്പോൾ जब हम प्रभु का वचन पढ़ते हैं, യെരുശലേമിനെ സകല ജാതികളുടെയും മധ്യ വെച്ചിരിക്കുന്നു എന്നാണ്. और यरूशलेम को सारी जातियों के बीच में रखा गया है। ദൈവത്തിന്റെ സമ്പൂർണമായ നിയന്ത്രണം ആ യെരുശലേമിലുണ്ട്. आप परमेश्वर का पूर्ण नियंत्रण यरूशलेम में है। യെരുശലേം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ തലസ്ഥാനവുമാണ്. और यरूशलेम जो है इजराइल का कैपिटल है। ഈ കഴിഞ്ഞ ഏറെ നൂറ്റാണ്ടുകളായിട്ട് ടെൽ അവീവ് ആയിരുന്നു कैपिटल। और आज तक टेल अवीव करके एक जगह था, वो था इजराइल का कैपिटल। ആ വലിയ പട്ടണം ഇന്നും ക്യാപിറ്റൽ തന്നെയാണ്. वो आज भी कैपिटल ही है। കഴിഞ്ഞ പ്രാവശ്യം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ और जैसे पिछले साल डोनाल्ड ट्रंप आ गए, ജെറുസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി പ്രഖ്യാപിച്ചു. और उन्होंने जेरूशलेम को इजराइल का कैपिटल करके उन्होंने प्रस्तावना भेज दिया। പല അറബി രാഷ്ട്രങ്ങളും അത് അംഗീകരിക്കുവാൻ ഇടയായില്ല. और बहुत सारे अरब राज्य जो हैं उसको अंगीकार नहीं किए। എന്നുകൂടെ പറയട്ടെ, ഭൂമിയുടെ മധ്യഭാഗത്തായിട്ടാണ് യെരുശലേമിനെ ദൈവം വെച്ചിരിക്കുന്നത്. और ये बात को हमें समझना जरूरी है, धरती का बीच भाग है यरूशलेम। ഇത് ദ ഗ്രേറ്റ് സീ എന്ന മെഡിറ്ററേനിയൻ സമുദ്രത്തിനോട് ചേർന്ന ഒരു ഭാഗമാണ്. और ये ग्रेट से मेडिटेरेनियन सी के पास में मिलता है। തെക്ക് കിഴക്കായി കിടക്കുന്ന സ്ഥലമാണ്. साउथ है जो ईस्ट बन गया है। ഡെഡ് സീ എന്ന ഒരു ചാവുകടലുണ്ട്.
वहां पे मृत सागर करके एक जगह है മെഡിറ്ററേനിയൻ സമുദ്രത്തിനും ചാവുകളിലും ഇടയിലാണ് ഇസ്രായേലിയരുടെ ദേശം. और ये मृत सागर और मेडिटेरेनियन सी ये दोनों के बीच में है इज़राइल ആ മെഡിറ്ററേനിയൻ സമുദ്രം മഹാസമുദ്രം എന്ന് തന്നെ ബൈബിൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. और मेडिटेरेनियन सी एक महासमुंदर है ऐसा करके भी बहुत जगह लिखा है യെരുശലേമിൽ നിന്നും വളരെ ദൂരെയാണ് ഏഷ്യ മൈനർ. और यरूशलेम से बहुत ही दूर है एशिया माइनर ഏഷ്യ മൈനർ എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ഭാഗമാണ്. और एशिया माइनर जो है यूरोप का भाग है ഇസ്രായേലിൽ നിന്നും ഏകദേശം 1500 മൈലുകൾ അകലമാണ്. इसराइल से 1500 किलोमीटर से भी दूर ज्यादा है അത് ടർക്കി എന്ന രാജ്യത്തിന്റെ അണ്ടറിലാണ്. वो सब टर्की नामक एक राज्य के अंदर में आता है അപ്പോൾ തുർക്കി രാജ്യത്തിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഏഷ്യ മൈനർ. और तुर्की राज्य के अंदर में आता है ये एशिया माइनर के एक एक जगह അവിടെ പ്രധാന 7 പട്ടണങ്ങളിൽ സ്ഥാപിതമായ 7 സഭകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. और वहां पर बताए गए 7 नगरों में 7 कलीसिया के बारे में इस वाक्य में लिखा है അത് യെരുശലേമുമായി ഒരു ബന്ധവുമില്ല. वो इस जेरूशलेम से कोई उनका संबंध नहीं है അപ്പോസ്തലനായ പൗലോസും മറ്റ് അപ്പോസ്തലന്മാരും പ്രവർത്തിച്ച 1-ാം നൂറ്റാണ്ടിലെ പ്രവർത്തന മേഖലയാണത്. और पौलुस जो बहुत ही उनका प्रचार किए और बहुत सारे लोगों को प्रभु में लाए वो जगह है ये മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ നോർത്ത് മധ്യഭാഗമാണ് ഈജിയൻ കടൽ. और मेडिटेरेनियन सी के पूर्व मध्य भाग में इजियन सागर അവിടെ ധാരാളം ദ്വീപുകളും ഉപദ്വീപുകളും ഉണ്ട്. और उसके अंदर में बहुत सारे द्वीप मिलते हैं അതിൽ ഒന്നാണ് അപകടകാരിയായ പത്മോസ് ദ്വീപ്. और उसमें से एक है पतमोस का द्वीप അവിടെയാണ് യോഹന്നാനെ നാട് കടത്തിയത്. और वहीं पर यूहन्ना को वहां पे कैदी करके भेजा गया था അവിടെ ആയിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, वहां पे जब थे यूहन्ना तो प्रभु यीशु मसीह उनसे कहते हैं ഇപ്പോൾ നീ പത്മോസിൽ തടവുകാരനാണ്, अभी आप पद्मोस में एक कैदी हो നിന്റെ പ്രവർത്തന കേന്ദ്രമായ ഏഷ്യമേലെ 7 സഭകളെ കുറിച്ച് ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. और कुछ दिनों के बाद आपको मैं एशिया माइनर में ले जाऊंगा वहां के बारे में तुमको लिखना है ആ സഭകളിലുള്ള ദൂത് എന്താണെന്ന് ശ്രദ്ധിക്കുക. और उन कलीसिया के बारे में क्या कहना है उसके बारे में तुम ध्यान दो അത് ആ പ്രാദേശിക സഭകൾക്കുള്ള ദൂത് ഞാൻ അറിയിക്കുന്നു. और उस कलीसिया के दूत जो है मैं आपको बतला रहा हूं അത് മാത്രമല്ല ഭാവിയിൽ എന്തെല്ലാം സംഭവിക്കുമെന്നുള്ളതും ഞാൻ നിന്നെ കാണിക്കാൻ പോകുകയാണ്. और आने वाले भविष्य में क्या सब होने वाला है इस सब के बारे में मैं तुम्हें बताऊंगा അതാണ് 7 സഭകൾ. और वो है 7 कलीसिया അതിപ്രധാനപ്പെട്ട ഒരു മർമ്മം ഇവിടെ മുതൽ തുടങ്ങുകയാണ്. और बहुत ही जरूरी एक बात यहाँ से शुरुआत हो रही है 7 എന്നത് ദൈവത്തിന്റെ പൂർണ്ണ സംഖ്യയാണ്. 7 का मतलब परमेश्वर का एक पूर्ण संख्या है ആ 7 സംഖ്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ദൈവിക മർമ്മങ്ങൾ മുഴുവനും വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. और वो एक ही जो 7 का संख्या है उससे परमेश्वर बहुत सी बातों को वो कहते हैं അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിനെ 7കളുടെ പുസ്തകം എന്ന് പറയുന്നു. और इसीलिए प्रकाशित वाक्य को 7 का पुस्तक भी कहते हैं അതിനൊക്കെ ഒരു കാരണം उसका एक कारण यह है കർത്താവ് വെളിപ്പെടുത്തുമ്പോൾ പറയുന്നു 7 സഭകൾ ഒന്ന്. और उसमें से प्रभु ये कहते हैं 7 कलीसिया के बारे में യേശുക്രിസ്തുവിന്റെ വലങ്കരത്തിൽ 7 നക്ഷത്രങ്ങളുണ്ട്. और प्रभु यीशु मसीह के दाहिने हाथ में 7 तारे हैं സ്വർഗ സിംഹാസനം മുമ്പിൽ 7 ദീപങ്ങൾ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. स्वर्ग सिंहासन के सामने 7 दीप ज्वलित होकर खड़े हैं പിന്നെ മഹാപീഠം ആരംഭിക്കുമ്പോൾ അവിടുത്തെ സംഭവങ്ങൾ 7 എന്നുള്ള ക്രമത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. और जब महापीड़ा का बात शुरू होगा वहां पे बहुत सारी बातें 7 की संख्या से शुरू होती है മഹാപീഠം തുടങ്ങുന്നത് 1-ാം മുദ്രയിലാണ്. पहला जो पीढ़ा शुरू होता है वो है पहला मुद्रा അത് 7 മുദ്രയിൽ കൂടെയാണ് കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. और वो 7 मुद्रा के साथ वहां पे समाप्त होता है രണ്ടാമത്തെ ന്യായവിധി 7 കാഹളങ്ങളാണ്.
और उसके बाद 7 नरसिंगे हैं 7 കാഹളങ്ങളിൽ വലിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. और एक एक नरसिंगा फूका जाएगा तो बहुत सारे प्रकृति के दुरंत एक एक करके आएंगे അവസാനമായി മഹാപീഡനം എന്ന് പറയുന്നതിന്റെ 7 ക്രോധകലശത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. और उसके बाद 7 क्रोध कलश जो है उसका भी उपयोग किया गया है ഈ 7 ക്രോധകലശത്തിലും മാർമികമായ അനേക വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. और एक एक कलश के अंदर बहुत ही ध्यान देने वाली बातें हैं ലോകാരംഭം മുതൽ ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത വലിയ ഘട്ടങ്ങളെ കുറിച്ചുള്ള വിവരണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. और दुनिया के शुरुआत होने से पहले से ही जितने कष्ट की बातें हैं वो सारे इस कलश में बताया जाता है അങ്ങനെ 7കളുടെ പല ഗ്രൂപ്പുകൾ നമ്മൾ ഇവിടെ കണ്ടു. और 7 की संख्या के बहुत सी बातें को आपने देखा പഴയ പാമ്പായ സാത്താൻ എന്ന് പറഞ്ഞിരിക്കുന്ന ലൂസിഫർ पुराना सांप का नाम में जानने वाले लूसीफर 7 തലയോടുകൂടെ ഒരു അഗ്നിസർപ്പമായി വെളിപ്പെടുന്നു. 7 सिर के साथ अग्नि के सर्प जैसे उठ के खड़ा हो जाएगा അവിടെ 7 എന്നുള്ള സംഖ്യ കാണുന്നു. अब वहां पर भी हम 7 संख्या देखते हैं വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ और प्रकाशित वाक्य 13 अध्याय में ജനസമുദായ കടലിൽ നിന്ന് കയറി വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് കാണിക്കുന്നു. और सब लोगों का एक राष्ट्रीय नेता बन करके एक आदमी खड़ा होगा രാഷ്ട്രീയ നേതാവായ ഒരു പ്രതീകാത്മക ചിത്രമാണ്. और राष्ट्रीय नेता जो है वो एक चिन्ह है ആ മൃഗത്തിന് 7 തലയുണ്ട്. और उस व्यक्ति का 7 सिर होगा അങ്ങനെ 7കളുടെ ആവർത്തനം വീണ്ടും നമ്മൾ കാണുന്നു. और वहां पर 7 की संख्या फिर देखने को मिलता है വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വരുമ്പോൾ प्रकाशित वाक्य उसका 17 अध्याय में जब हम आते हैं അവിടെ 7 തലയുള്ള മറ്റൊരു മൃഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. और वहां पे 7 सिर वाला दूसरा एक जानवर को देखने को मिलता है വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ प्रकाशित वाक्य 17 अध्याय और उसका 5वां वाक्य में മർമ്മം മഗതിയാം ബാബിലോൺ എന്ന വേശ്യമാരുടെയും മ്ലേച്ഛതയുടെയും മാതാവ് എന്നൊരു വിഷയം പറഞ്ഞിരിക്കുന്നു. वहां पे महान बाबिलोन वेश्याओं को और पृथ्वी की सभी घृणित कर्मों की माता കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു വേശ്യ ഇരിക്കുന്നതായിട്ടാണ്. बहुत ही लाल रंग का एक वेश्या का रूप लेकर वो पशु वहां पे ഇത് आता है ഇറാഖ് എന്ന രാജ്യത്തെ കുറിച്ചുള്ള വിശദീകരണം നമ്മൾ പിന്നാലെ പഠിക്കും. और ये इराक नाम का एक जगह है वो उसके बारे में हम बाद में पढ़ेंगे മർമ്മം മഗതിയാം ബാബിലോൺ और महान बाबिलोन അവിടെ പ്രത്യക്ഷപ്പെട്ട മൃഗത്തിന് 7 തലയുണ്ട്. और वहां पे जो पशु निकला उसका भी 7 सिर है അതെല്ലാം നമുക്ക് പിന്നാലെ വ്യാഖ്യാനിച്ച് പഠിക്കാം. और इसके बारे में आगे हम पढ़ाई करेंगे വെളിപ്പാട് പുസ്തകത്തിൽ അതിപ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും और प्रकाशित वाक्य के बहुत सारे बातों को जब हम पढ़ते हैं 7 ഏഴുകളായിട്ട് വിഭജിച്ചിരിക്കുന്നു. 7 के रूप में या संख्या में उसे विभाजित किया गया है ഇനി ഒരു മറ്റൊരു മർമ്മം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. और उसका एक और बात मैं आपको कहना चाहता हूँ പഴയ നിയമത്തിൽ മോശയാൽ മരുഭൂമിയിൽ സ്ഥാപിതമായ ഒരു ആലയമുണ്ട്. और हम जानते हैं कि मूसा के द्वारा बनाया गया एक जगह है അതിന് സമാഗമന കൂടാരം അല്ലെങ്കിൽ ദ ടാബർനാക്കിൾ എന്ന് പറയും. उसे हम मिलाप वाला तंबू कहते हैं അത് 40 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കനാനിലേക്ക് യാത്ര ചെയ്ത സമയത്തെ കുറിച്ചാണ്. और वहां हम जानते हैं वो 40 वर्ष जो है इजराइल जो है वो पूरे मरुभूमि में वो चलते रहते थे യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്ത അസൽ ദർശനപ്രകാരം മരുഭൂമിയിൽ പണിത് ആരാധിച്ച ആരാധനാലയമാണ്. और मूसा को परमेश्वर ने जिस तरह बताया वैसा एक तंबू मूसा ने बनवाया അവിടെ അതിപരിശുദ്ധ സ്ഥലം എന്ന ഒരിടമുണ്ട്. और उसके अंदर में पवित्र स्थल करके एक जगह है അതിന് പുറത്തായി തിരശ്ശീലയ്ക്ക് പുറത്ത് വിശുദ്ധ സ്ഥലം എന്നൊരു ഭാഗമുണ്ട്. और उसके बाहर में पवित्र स्थल करके एक जगह है അവിടെ ഒരു പൊന്നില വിളക്കുണ്ട്. और वहां पर एक दीप है
ആ പൊന്നില വിളക്കിന് ഒരു പ്രത്യേകതയുണ്ട്. और उस दीप का एक प्रत्येकता यह है, അതിന് 7 ശിഖരമുണ്ട്. और उसका 7 ब्रांचेस हैं। അതിന് 7 ശിഖരമുള്ള കവരവിളക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത്. और वो 7 ब्रांच वाले एक दीप कह के बुलाते हैं। ഈ നിലവിളക്കിൽ 7 ശിഖരങ്ങൾ കർത്താവ് യേശു ക്രിസ്തുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. और यशायाह प्रवाचक के पुस्तक से हम ये सीख सकते हैं कि ये 7 ब्रांच वाले जो दीप है ये प्रभु यीशु मसीह को दर्शाता है। യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇവയെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. और यशायाह का प्रवाचक उसका 11 अध्याय के 2 में इस तरह से लिखा है। അവിടെ യഹോവയുടെ ആത്മാവ് എന്ന് തുടങ്ങുന്നു. और वहां लिखा है प्रभु का आत्मा। അത് ഈ നിലവിളക്കിന്റെ സെൻട്രൽ പോയിന്റ് ആണ്. वो ये दीप का बिल्कुल मध्य भाग है। ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, और उसके बाद बुद्धि और समझ की आत्मा, അത് രണ്ട് വശത്തിലേക്കും വിരിഞ്ഞു നിൽക്കുന്ന ഈ ശിഖരത്തെ അർത്ഥമാക്കുകയാണ്. और इसके 2 दीप को वो दर्शाते हैं। ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് എന്നടുത്ത് കാണുന്നു. और उसके बाद हम देखते हैं बुद्धि और समझ, പരിജ്ഞാനത്തിന്റെയും യഹോവയുടെ ഭക്തിയുടെയും ആത്മാവ്. और वहां पे हम देखते हैं कि ज्ञान और प्रभु का भय की आत्मा। ദൈവാത്മാവിന്റെ 7 വിധ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അവിടെ വ്യാഖ്യാനിക്കാനുള്ളത്. और वहां पर 7 बातों के बारे में बताया गया है। അപ്പോൾ ഇത് അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശുദ്ധ സ്ഥലത്ത് പ്രകാശിക്കുന്ന വലിയൊരു ദീപമാണ്. और जब हम अति पवित्र जगह में जाने से पहले पवित्र जगह में ये 7 बातों को हमें समझना है। പുരോഹിതന്മാർക്കും മഹാപുരോഹിതന്മാർക്കും പ്രകാശം കൊടുക്കുന്ന ഒരു നിലവിളക്കാണ്. ये पुरोहित और पुरोहित जन के साथ में जो काम करते हैं उनको सब ये दिखता है। അത് വിശ്വാസികൾ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്നുള്ള നിലയിലും അത് വ്യാഖ്യാനിച്ച് പറയേണ്ടതുണ്ട്. और विश्वासी जन जो है ये दुनिया का दीप है। അപ്പോൾ ഈ 7 എന്നുള്ള സംഖ്യക്ക് സമാനമായി വെളിപ്പാട് പുസ്തകത്തിൽ നിറഞ്ഞു കിടക്കുന്നത് 7 എന്ന സംഖ്യയാണ്. और प्रकाशित वाक्य में ऐसे 7 की संख्या के बारे में और बहुत सारी बातें हैं। നമ്മൾ ആദ്യം കണ്ടതുപോലെ ആ ചാർട്ട് വീണ്ടും ഇവിടെ ദൃശ്യമാക്കുകയാണ്. और जैसे पहले हमने बताया वो चार्ट आप देख रहे हैं। അവിടെ 7 7 7 എന്ന ക്രമത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. वहां पे 7 7 7 करके बताया गया है। 1 എന്ന് പറഞ്ഞാൽ ദൈവം ഏകൻ എന്ന് കാണിക്കുന്നു. एक मतलब परमेश्वर एक है। 2 സാക്ഷികളെ കാണിക്കുന്നു. 2 मतलब 2 साक्षी को दिखाता है। 3 ദൈവത്തിന്റെ തൃത്വത്തെ കാണിക്കുന്നു. 3 परमेश्वर का ट्रिनिटी के बारे में दिखाता है। 4 ദിക്കുകളെ കാണിക്കുന്നു. 4 मतलब 4 दिशाओं के बारे में बताते हैं। 5 ഭൂഖണ്ഡങ്ങളെ കാണിക്കുന്നു. 5 जो भूमि में वस्तु है उसके बारे में दिखाते हैं। 6 മനുഷ്യന്റെ സംഖ്യയാണ്. 6 मनुष्य का संख्या है। 6 നിന്നാണ് 666 എന്ന സംഖ്യ ഉണ്ടാകുന്നത്. 6 से 666 निकल के आता है। എന്നാൽ 7 ദൈവത്തിന്റെ പൂർണ്ണ സംഖ്യയാണ്. लेकिन 7 परमेश्वर का पूर्ण संख्या है। നാം ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് വരികയാണ്. हम सब परमेश्वर के पूर्णता में आ रहे हैं। താഴ്ചയിൽ നിന്നും വീഴ്ചയിൽ നിന്നും മഹത്വമായ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരികയാണ്. और जो हम गिर गए हैं पापी जन है लेकिन हम परमेश्वर के उपस्थिति में बढ़ रहे हैं। മനുഷ്യരെല്ലാം അപൂർണരാണ്. सारे मनुष्य अपूर्ण हैं। ദൈവം മാത്രമാണ് പൂർണ്ണൻ. केवल परमेश्वर है पूर्ण। നാം ഭാവിയിൽ ആ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരും. हम पापी जन जो है उस पूर्णता की ओर चलते बढ़ते जा रहे हैं। അത് ദൈവത്തിന്റെ നിത്യതയുമായി ബന്ധപ്പെട്ടതാണ്. और परमेश्वर के अनंत काल से संबंधित है। ഭാഗ്യവാന്മാരായ നമ്മളെ ആ പൂർണ്ണതയിലേക്ക് കർത്താവ് എത്തിക്കും. और भाग्यवान जो हम हैं उस पूर्णता में परमेश्वर हमें पहुंचाएंगे। ഈ പ്രവചനം കൈക്കൊള്ളുന്ന ഏവരും ഭാഗ്യവാന്മാർ. और जो ये प्रवचन को सुनते हैं उन पर ध्यान करते हैं वो धन्य है। ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर आपको आशीष दे।